ഹായ് വെൽക്കം എവ്രി വൺ. കാനഡ വേഴ്സസ് ഓസ്ട്രേലിയ. ഒരു ഫാമിലി ആയിട്ട് ഇമിഗ്രേറ്റ് ചെയ്യാൻ ഇതിൽ ഏത് രാജ്യമാണ് ബെറ്റർ ഫിറ്റ് അല്ലെങ്കിൽ ബെറ്റർ പ്ലേസ്, ബെറ്റർ ഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലർക്കും മനസ്സിലുണ്ട്. പലരും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ലോയേഴ്സിൻ്റെ അടുത്തും പോയിട്ട് പലരും ചെക്ക് ചെയ്യുന്നുണ്ടാവും. പലരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് ഹോം വർക്കും റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ടാവും. ചിലർക്കൊക്കെ അതിനെപ്പറ്റി ഓൾറെഡി അവർ ഡിസിഷൻ എടുത്തവർക്ക് ഇത് അത്ര ബാധകമല്ല. പക്ഷേ കൺഫ്യൂഷനായിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അത് നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ പേര് മുസ്തഫ ബാക്കർ, കനേഡിയൻ ഗവൺമെൻറ് ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസർ ആൻഡ് എ കനേഡിയൻ മലയാളി സെറ്റിൽ ഹിയർ ഫോർ ഓവർ ലാസ്റ്റ് 20+ years. ഞാൻ ഒരു ഇയർ 2000 എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഐ കുഡ് either go to Australia or go to Canada. And I was really confused because many people also scared me that Canada is very cold. Unless suddenly you want to move to US, those days it was pretty easy. കാനഡയിൽ വന്ന് PR ആയിട്ട് കാനഡയിൽ വന്നവർ മിക്കവാറും US-ലാണ് എൻ്റെ പോകുന്നത്. അവിടെ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയിട്ട് സെറ്റിൽ ആയിരിക്കണം, ഒരുപാട് പേര്. അപ്പോൾ എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ ഇസ് മച്ച് മോർ വാമർ പ്ലേസ് ആൻഡ് മച്ച് മോർ വെൽക്കമിങ് എന്തൊക്കെയാണ് ഞാൻ കേട്ടത്. ഒരുപാട് പോസിറ്റീവായിട്ട് ഞാൻ കാര്യങ്ങൾ. പിന്നെ ബ്യൂട്ടിഫുൾ സിറ്റീസ്, കുറേ കൂടി നല്ല നല്ല പിക്ചർ ചെയ്ത് ചില മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത് കൂടുതലും ഓസ്ട്രേലിയയിൽ നിന്നാണ്. അങ്ങോട്ട് നല്ല ബ്യൂട്ടിഫുൾ സിറ്റീസാണ്. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ അവിടെ പോയി ഓൾറെഡി ജീവിക്കുന്നുണ്ട്. കാനഡയിലുണ്ട്. ഐ വിസിറ്റഡ് എ ലോ ഫേം. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ദ ഓൾഡ് വേൾഡ് ട്രേഡ് സെൻറ്റർ ബിൽഡിംഗ് വിച്ച് വാസ് ഡെമോളിഷ്ഡ് റീസെൻ്റ്ലി. അപ്പോൾ അവിടുത്തെ ഒരു ലോയറിനെ കണ്ടിട്ട് ഞാൻ ഇത് രണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, being very honest and upfront with you guys, Canada is definitely superior to Australia. I'm talking about in year 2000. I'm not talking about now. Okay? Please don't shoot me for this comment. This is come out of a lawyer who is representing both countries. And he was sitting in a law office in the World Trade Center. He told me that you're not going to Canada, you're going to North America. There's a big difference. But if you can't make it happen, then go to Australia. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയ വേഴ്സസ് കാനഡ അല്ലെങ്കിൽ കാനഡ വേഴ്സസ് ഓസ്ട്രേലിയയിലൂടെ കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ ഇത് രണ്ടും വെസ്റ്റേൺ കൺട്രി ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന രാജ്യമാണ്. ഓഫ് കോഴ്സ് ഓസ്ട്രേലിയ ഇസ് പാർട്ട് ഓഫ് യൂറോപ്പ്. ഓസ്ട്രേലിയ ഇസ് ഒരു സെപ്പറേറ്റ് കോണ്ടിനെൻ്റ് ആണ്. ഇത് ഇസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ്. കാനഡയെ പറ്റി പറയുമ്പോൾ കാനഡ ഇസ് പാർട്ട് ഓഫ് നോർത്ത് അമേരിക്ക. അപ്പോൾ US-ഉം കാനഡയാണ് നോർത്ത് അമേരിക്കയിലെ പ്രമുഖ രാജ്യങ്ങൾ, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം കാനഡ പോപ്പുലേഷൻ ഒരു 40 million. അത് നമ്മുടെ ഏകദേശം കേരളത്തിൻ്റെ പോപ്പുലേഷൻ സ്ലൈറ്റ്ലി അബവ്. ഓസ്ട്രേലിയ 27 million, definitely a smaller population. And in terms of size, Canada is the second largest country in the world after Russia. Australia is 6th largest country in the world, and also Australia is the largest island in the world. അപ്പോൾ എനിക്ക് ഓസ്ട്രേലിയയെ പറ്റി സത്യം പറഞ്ഞാൽ കുറച്ച് റിസർച്ച് ചെയ്യേണ്ടി വന്നു. കാരണം കാനഡയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഓസ്ട്രേലിയയെ പറ്റി എനിക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ടും അന്വേഷിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറയുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റി വരുന്നത് എൻ്റെ ഓസ്ട്രേലിയൻ ഫ്രണ്ട്സ്, ലോയേഴ്സ്, കളീഗ്സിനൊക്കെ എന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. എക്കോണമി വൈസ് കാനഡ ഇസ് ദ 8th largest economy in the world. ഞാൻ ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു വീഡിയോ വിശദമായി ചെയ്തിട്ടുണ്ട്. 2.2 trillion economy is Canada. It is the 8th largest economy in the world. Whereas Australia with 1.7 trillion is the 13th largest economy in the world. Quality of ലൈഫിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ രണ്ട് രാജ്യങ്ങൾക്കും ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, വേൾഡ് ക്ലാസ് സിറ്റീസ്. കാനഡയിലാണെങ്കിൽ ടൊറൻറ്റോ, മോൺട്രിയൽ, വാൻകൂവർ. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലാണെങ്കിൽ സിഡ്നി, മെൽബൺ, ഓൾ ബിഗ് സിറ്റീസ്. വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആണ് കാനഡയിൽ, പറയേണ്ട കാര്യമില്ല, ഫ്രീ ആണ്. എഡ്യൂക്കേഷൻ വേൾഡ് ക്ലാസ് ആണ്. നോർത്ത് അമേരിക്കൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പഠിച്ച പല കുട്ടികളും മാസ്റ്റേഴ്സിന് ചിലപ്പോൾ US പോകും, അല്ലെങ്കിൽ ജോബ് കിട്ടിയിട്ട് US-ലോട്ട് പോകും. വേൾഡിലെ ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസ് ഒക്കെ എടുത്ത കാനഡിയൻ നെയിംസ് ആർ ദെയർ. അപ്പം വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യം കാനഡ ഡെഫിനറ്റ്ലി ലീഡ്സ് ഓവർ ഓസ്ട്രേലിയ. And the international exposure also, the Canadian degree or US degree is always slightly highly rated than Australian degrees. അപ്പോൾ ചിലവർക്ക് ഇതിൽ ഞാൻ പറയുമ്പോഴത്തേക്ക് ചിലപ്പം ബയസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡിബേറ്റ്സ് ഒക്കെ വരാം. ബട്ട് ദിസ് ഇസ് വാട്ട് ദ ഫീഡ്ബാക്ക് ഐ എം ഗെറ്റിംഗ് ഫ്രം മൈ റിസർച്ച്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ബോത്ത് കൺട്രീസ് ആർ റിയലി ഗുഡ്. Australia has got lot of beautiful beaches and outdoor activities. And safety wise both countries are good. Of course there can be some ups and downs during recent times, but I'm just telling generally. ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാനഡയിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസും മറ്റ് ലോജിസ്റ്റിക്സും ടൂറിസ്റ്റ് ആയാലും ഇങ്ങനെയുള്ള എല്ലാ ഏരിയയിലും കാനഡയിൽ ജോബുണ്ട്. കൺസ്ട്രക്ഷൻ ആയാലും IT ആയാലും അഗ്രികൾച്ചർ ആയാലും. ഓസ്ട്രേലിയ അതുപോലെ തന്നെ അങ്ങനെ അതേ ഏരിയകളിൽ തന്നെ ഓസ്ട്രേലിയ ഒരുപാട് ജോബ്സ് ഉണ്ട് എക്സെപ്റ്റ് ലോജിസ്റ്റിക്സ്.
ഓസ്ട്രേലിയയിൽ ഒരുപാട് പിന്നെ IT ഫീൽഡിലായാലും ടൂറിസത്തിലായാലും പിന്നെ കൺസ്ട്രക്ഷനിലായാലും ഒക്കെ ഓസ്ട്രേലിയയിൽ ഒരുപാട് ജോബ്സ് ഉണ്ട്. ബട്ട് Canada is, because it's bordering to US, it's basically the job opportunities കുറച്ചുകൂടി കൂടുതലാണ്. കാരണം unlike Australia is an isolated island, whereas Canada is part of US, I mean like part of North America. അപ്പം പാർട്ട് ഓഫ് US എന്ന് പറഞ്ഞാൽ ബൈ മിസ്റ്റേക്ക് പറഞ്ഞു കേട്ടോ. അത് ട്രംപിൻ്റെ ആഗ്രഹം ട്രംപ് പറഞ്ഞതാണ്. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞ ഒരു നാഫ്റ്റ ഒരു കോൺട്രാക്ട് ഉണ്ട്, ഇവർ തമ്മിലൊരു ഡീലുണ്ട്. ആ ഒരു ട്രീറ്റി അനുസരിച്ചിട്ട് കനേഡിയൻസിന് എവിടെയും പോയിട്ട് അമേരിക്കയിൽ പോയി ജോലി ചെയ്യാം, അമേരിക്കൻസിന് കനേഡിയയിൽ വന്ന് ജോബ് ചെയ്യാം. അപ്പോൾ എൻ്റെയൊക്കെ നമ്മളൊക്കെ ഒരുപാട് റിലേറ്റീവ്സും ഫ്രണ്ട്സ് നമ്മുടെ കുട്ടികളൊക്കെ പോയിട്ട് അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്നത്. US കനഡയിലേക്ക് പഠിച്ചത്, പക്ഷേ US കമ്പനീസ് ആർ ഹയറിംഗ് ദം ബിക്കോസ് മച്ച് മോർ ഈസിയർ ഫോർ ദം ടു ഹയർ. ഇപ്പോൾ ഒരു US കമ്പനിക്ക് ഇന്ത്യയിൽ നിന്നോ മറ്റുള്ള ആൾക്കാർ ഹയറുന്നില്ല, ത്രൂ ഈസിയാണ് കനേഡിയൻസ് ഹയറുന്നത്. കാരണം കനഡ ജസ്റ്റ് അറ്റ് ദി എയർപോർട്ട് യു ഹാവ് എൻ ഇൻ്റർവ്യൂ ആൻഡ് യു ഗെറ്റ് 2-3 years of visa as per the NAFTA. Same thing for Americans to come to Canada and work. അപ്പോൾ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. Canada is basically, you can call it as a gateway to North America. Whereas Australia is an isolated island. Obviously, whatever good things are there, you can enjoy it and live a great life there as well. Students who are getting graduated in Canada end up in US companies. And you know that, I don't have to tell you. All the world's top companies are in US. Not in Australia, not in Europe. So, for example, you take in Microsoft, Google, Apple, Nvidia, and Facebook. Everyone, all of them, all the top names, they are in US. So, US is the real headquarters of all the world's top-notch companies, including all the top-notch tech companies. അപ്പോൾ അതുകൊണ്ട് തന്നെ job opportunities definitely is much, much better. കാനഡൻ്റെ ഇവിടുത്തെ ഒരു വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ US is the largest trading partner. അതിൻ്റെ ഗുണം ദോഷമൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഓസ്ട്രേലിയ ഹാസ് ആക്ച്വലി മോർ ഓഫ് ഫാർ ഈസ്റ്റേൺ കൺട്രീസ് ആൻഡ് യൂറോപ്പ്, മോസ്റ്റ്ലി ദ ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. ആൻഡ് കാനഡ ഒരു ലാർജസ്റ്റ് ഒരു പിന്നെ മാനുഫാക്ചറിങ് ഹബും കൂടിയാണ് US-ൻ്റെ. പിന്നെ കാനഡ ഈസ് ടു റിച്ച് വിത്ത് ലോട്ട് ഓഫ് മിനറൽസ്, നാച്ചുറൽ റിസോഴ്സസ്. പിന്നെ അതുപോലെ തന്നെ രണ്ട് രാജ്യത്തും, ഓസ്ട്രേലിയയിലും കാനഡയിലും രണ്ട് രാജ്യത്തും നല്ല സോളിഡ് സോഷ്യൽ സപ്പോർട്ടുണ്ട്. ഓൾഡ് ഏജും ചിൽഡ്രൻ അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് സോഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ നാച്ചുറലി കാനഡ ഈസ് മച്ച് മോർ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ആൻഡ് ക്ലൈമറ്റ് വൈസ് ഓസ്ട്രേലിയ ഡെഫിനറ്റ്ലി ലീഡ്സ്. ഇറ്റ്സ് മച്ച് മോർ വാർമർ ത്രൂ ഔട്ട് ദി ഇയർ, whereas Canada has got strong winter and also definitely warmer summer. അപ്പോൾ രണ്ടും സ്ട്രോങ് ആണ് കാനഡയിൽ. മറ്റേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ചില സിറ്റികളിലൊക്കെ ഐ തിങ്ക് പെർത്ത് ഈസ് ടു ഹോട്ട്, but otherwise most of the cities are actually beautiful in terms of weather. Of course, when it comes to passport and everything, Canadian passport carries much more weightage. അതൊന്നുമല്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ബിക്കോസ് ഇറ്റ്സ് visa free entry to US and many countries. In terms of passport ranking also, Canadian passport slightly is superior to Australian passport. Again, when it comes to immigrationൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് രണ്ട് രാജ്യത്തും ഈ സ്കിൽഡ് ഇമിഗ്രൻസിന് ചാൻസസ് ഉണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ CR കൈൻഡ് ഓഫ് പോയിന്റ് സിസ്റ്റമാണ് കാനഡയിലും, അവിടെയും ഓസ്ട്രേലിയൻ പോയിന്റ് സിസ്റ്റം തന്നെ. അപ്പം തിങ്സ് ആർ ഗെറ്റിംഗ് ടഫർ ഇൻ ബോത്ത് കൺട്രീസ് ബിക്കോസ് ദേ ആർ ട്രൈങ് ടു ഓൺലി ബ്രിങ് ഇൻ ക്വാളിറ്റി പീപ്പിൾ. അവർക്ക് ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം കൊണ്ടുവരാൻ അവരും ട്രൈ ചെയ്യുന്നത്. രണ്ട് സ്ഥലത്തും ഒത്തിരി മൾട്ടി കൾച്ചറൽ കൺട്രീസിനും സിറ്റീസ് ഉണ്ടെങ്കിൽ കൂടി കാനഡ ഹാസ് എ much more multicultural cities like Toronto, Vancouver, Calgary and Montreal and all. Australia, definitely there are cities now changing and growing to be much more multicultural in the past few years. അപ്പം അതങ്ങനെയാണ്. പിന്നെ ഈ എംപ്ലോയർ സ്പോൺസേഡ് ജോബ്സും രണ്ട് രാജ്യങ്ങളിലുണ്ട്, ഇവിടെയുണ്ട് അവിടെയുണ്ട്. ICT വഴി ഒരുപാട് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ വഴി ഒരുപാട് പേര് വരും. പിന്നെ അതുകൂടാതെ പിന്നെ ഫാമിലി സ്പോൺസർഷിപ്പ്, പിന്നെ സ്റ്റുഡൻസായിട്ട് വന്നിട്ട് PR ആവുന്ന ആ ഒരു സിസ്റ്റം. ഇവിടെ കാനഡയിലൊക്കെ ഒത്തിരി ടഫാണ്. ഓസ്ട്രേലിയയിലും കാര്യങ്ങൾ അത്ര ഈസി അല്ല പഴയ പോലെ. എല്ലാ കാര്യങ്ങളിലും അവരും ഒരുപാട് റീസ്ട്രിക്ഷൻസും ന്യൂ റെഗുലേഷൻസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു വലിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഇമിഗ്രേഷൻ, ദ സിറ്റിസൺഷിപ്പ്, ഐ തിങ്ക് ഓസ്ട്രേലിയ ഹാസ് ഗോട്ട് മച്ച് മോർ ഫ്ലെക്സിബിൾ ദാൻ കാനഡ. കാനഡയിൽ ഒരു 5 years നമ്മൾ ലാസ്റ്റ് 5 years എടുത്ത് കഴിഞ്ഞാൽ 3 years കൂടെ പെർമനൻറ്റ് റെസിഡൻ്റായിട്ട് തന്നെ ജീവിച്ചിരിക്കണമെന്നുണ്ട്. ഇനി അല്ല ടെമ്പററിയുടെ താമസിച്ച ആളാണെങ്കിൽ ഒരു 1 year ഡിസ്കൗണ്ട് അവിടെ കിട്ടും. ബട്ട് ഓസ്ട്രേലിയ അങ്ങനെയല്ല. ഓസ്ട്രേലിയ ലാസ്റ്റ് 4 years ഓസ്ട്രേലിയ ജീവിച്ചാൽ മതി ലീഗൽ സ്റ്റാറ്റസിൽ. ടെമ്പററി ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലൊരു 1 year അങ്ങാണ്ട് പെർമനൻറ്റ് റെസിഡൻ്റായിട്ട് തന്നെ താമസിക്കുന്ന ഒരു നിയമം കൂടി ഉണ്ട് തോന്നുന്നു. ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ, ബട്ട് വട്ട് എവർ ഇൻഫർമേഷൻ ഐ ഗാതേർഡ്
ഫ്രം മൈ റിസർച്ച് ഐ എം ജസ്റ്റ് ഷെയറിങ് ഇറ്റ് ഹിയർ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പാസ്പോർട്ട് പ്രോബ്ലി തിങ്സ് ക്യാൻ ബി ഫാസ്റ്റർ ആൻഡ് ഈസിയർ ഇൻ ഓസ്ട്രേലിയ ദാൻ കാനഡ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് വിളിച്ച് ചെക്ക് ചെയ്യുക, നിങ്ങളുടേതായ റിസർച്ച് ചെയ്യുക. പിന്നെ കാനഡക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വിൻ്ററിലൊക്കെ കുറവാണ്, ഉള്ളവർക്ക് സാഹിബന്മാർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യക്കാരൊക്കെ സംബന്ധിച്ചിട്ട് മേ ബി നോട്ട് എവരി വൺ ഈസ് വെരി കംഫർട്ടബിൾ ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഇൻവോൾവ് ഇൻ ദ വിൻ്റർ ആക്ടിവിറ്റീസ്. ബട്ട് അഗെയിൻ പേഴ്സൺ ടു പേഴ്സൺ എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. കാനഡയ്ക്ക് ഒരു 6-8 മാസത്തെ മാക്സിമം മൈൽഡ് വെതർ ആയിരിക്കും, ഐ മീൻ വാം വെതർ ആയിരിക്കും കിട്ടുക. ബട്ട് വേറാസ് ഓസ്ട്രേലിയ ഇയർ റൗണ്ട് വാം വെതർ. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. പിന്നെ സ്റ്റേബിലിറ്റി, സേഫ്റ്റി, ഗവൺമെൻറ്റിൻ്റെ കറപ്ഷൻ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടേതായ രീതിയിൽ. ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഇനി ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇതിൻ്റെ ഇവൻച്വലി ഇതിൻ്റെ ബോട്ടം ലൈൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരാൾക്കും അവരുടേതായ രീതിയിലുള്ള ചില പ്രയോറിറ്റീസ് ഉണ്ട്. ചിലർക്ക് റിലേറ്റീവ്സും ഫാമിലി കൂടുതലുള്ള ആയിരിക്കും അവർ പ്രിഫർ ചെയ്ത് വിൽ ഫീൽ മോർ കംഫർട്ടബിൾ, അങ്ങനെ അങ്ങോട്ട് പോവുക. അല്ലെങ്കിൽ വിസിറ്റിനൊക്കെ പോയിട്ട് 2 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഓസ്ട്രേലിയ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്, കാനഡ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. 2 രാജ്യത്തിനും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ട്. ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ ഏകദേശം പറഞ്ഞെന്ന് തോന്നുന്നു. ചോയ്സ് ഇസ് യുവേഴ്സ്. അൾട്ടിമേറ്റ്ലി യു ഷുഡ് ഫൈൻഡ് വേർ യു ആർ എ ബെറ്റർ ഫിറ്റ്. 2 രാജ്യങ്ങളിൽ ഇമിഗ്രേഷൻ ടൈറ്റാക്കിയത് കാനഡ പ്രത്യേകിച്ചും വളരെ ടൈറ്റാക്കിയത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആർക്ക് എവിടെ വരാൻ പറ്റുന്നുള്ള വേറെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് കാനഡക്ക് വരാനേ പറ്റത്തില്ല, ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റില്ല, പ്ലീസ് ഗോ ആൻഡ് ലിവ് ദെയർ. അല്ല, നിങ്ങൾക്ക് ഇനി കാനഡക്ക് വരാൻ മാത്രം ചാൻസ്, ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് വർത്ത് കമ്മിങ് ആൻഡ് ലിവിങ് ഇൻ കാനഡ. ഇനിയല്ല 2 രാജ്യം ഓപ്ഷനുള്ളവർക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ആയേക്കാം. പല വീട്ടിലും എനിക്ക് കിട്ടിയ ന്യൂസ് വെച്ചാൽ ഹസ്ബൻഡ് വൈഫ് ഒരു ഐഡിയയാണ്, തമ്മിൽ ഐഡിയയാണ്. ഓസ്ട്രേലിയക്ക് പോകണം, ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞ് എനിക്ക് കാനഡക്ക് പോകണം. ചിലവർക്ക് ചില റിലേറ്റീവ്സ് കാണുമ്പോൾ അപ്പോൾ അതൊരു വലിയൊരു പുള്ളിയും ഫാക്ടറാണ്. അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങളങ്ങനെ ഏത് രാജ്യത്ത് പോകുന്നെങ്കിലും നിങ്ങളവിടെ പോയിട്ട് റൈറ്റ് മൈൻഡ് സെറ്റോടെ ജീവിച്ച് ആ കൾച്ചറായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ട്, ഞാൻ കൾച്ചർ പ്രത്യേകം പറയാൻ കാരണം അങ്ങനെയുള്ളവരെ അവിടെ പോയാൽ സക്സസ് ആകത്തുള്ളൂ ഏത് രാജ്യത്ത് പോയാലും. ഇത് രണ്ടും വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലുള്ള രാജ്യങ്ങളാണ്. എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐഡിയ ആയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം. കാനഡയെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്ത് നമ്മൾ കൺസൾട്ടേഷനൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട്, ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നവരെ പ്ലീസ് comment, share and subscribe. Thank you. Bye.